നാടന നീല കളർ. ജസ്റ്റ് നമുക്കപ്പോൾ നമ്മുടെ ബ്രാവോടെ ബേബി ക്രോസിൽ അടുത്തൊരു വല അടിച്ചിട്ടുണ്ട്. അല്ല അത്യാവശ്യം സൈസ് 1 കിലോ സൈസ്. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു കാസ്റ്റ് ആൻഡ് ക്യാച്ച്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ഫിഷിങ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് നാളല്ല, കുറച്ച് മാസങ്ങളായി. നമ്മൾ കുറച്ച് തിരക്കായിരുന്നു. കാര്യം നമ്മൾ പിന്നെയും നമ്മുടെ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന റോഡർ ഇരുന്ന് തന്നെയാണ് നമ്മൾ എന്നും ഉപയോഗിക്കുന്നത്. നമ്മുടെ സീസറിൻ്റെ കാസ്റ്റക്സും നമ്മുടെ ഫോസിലിൻ്റെ അൾട്ടിമേയും പിന്നെ നമ്മുടെ ഫ്രോഗ്, സ്ഥിരം ഫ്രോഗ്. ഇപ്പം അടിപൊളി ഫ്രോഗാണ് നമ്മുടെ ബ്രാവോടെ ബേബി ക്രോസ്. അതായത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേക്ക് ഹെഡ്സ് ആണ്. അതായത് നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മൾ ഈ കാണുന്ന പാടത്താണ് ഇന്ന് നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് വന്നേക്കുന്നത്. ഏതായാലും എന്താവുന്നൊന്നും അറിയത്തില്ല. നമുക്കാലും വീട്ടിലേക്ക് പോകാം. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആലപ്പുഴ നമ്മുടെ കഞ്ഞിപ്പാറ പോകുന്ന റോഡിൽ ഒരു വളവുണ്ട്. ആ വളവിലുള്ള ഒരു പാടമാണ്. എന്ന് പറഞ്ഞാൽ നൈസ് വ്യൂ. ഇവിടെ നോക്കി ഫുള്ള് പാടം, നടുക്കൂടി ഒരു നടക്കാൻ വേണ്ടി മാത്രം ഒരു വഴി. നൈസ്. ഈവനിങ് ഒക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന സ്ഥലമാണ് ഇത്. അടിപൊളി വൈബാണ്. ഇവിടെ നമുക്ക് ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടായത്. യെസ്, കൊള്ളാം. നല്ല വരാല്. നീല കളറാ, നീല കളർ. നാടന നീല കളർ. അപ്പോൾ നമുക്ക് ബ്രാവോടെ ബേബി ക്രോസിലൊരു വല അടിച്ച് കയറിയിട്ടുണ്ട്. ഇവൻ കുറേ നേരമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കിട്ടാൻ സാധനം അവിടെ ഉണ്ടോ? ഇവിടെ കഴിഞ്ഞ ദിവസം മീനാ മറ്റേ വല വളച്ച് പിടിക്കുന്നത് കണ്ടോ? ഗൈസ്, അപ്പോൾ നമുക്ക് ബ്രാവോടെ ബേബി ക്രോസിൽ ഒരു വരലൂടെ അടിച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ വീഡിയോ ഓഫ് ആയിരുന്ന കാര്യം ശ്രദ്ധിച്ചില്ല. അടിച്ചാടാ, കൊള്ളാലോ. ഞാൻ അടിച്ച് വിയറ്റ്നാം സൈസാണല്ലോ. ഇത് വിയറ്റ്നാം അല്ല, ഈ സൈസാവും, പെട്ടെന്നാവും. വേണാണീന വേണ അടിച്ചു. വലുത് ഇടത്തരം. കുഴപ്പമില്ല, നല്ലവരല്ല. നാടാണ് നാടൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രാവോടെ ബേബി ക്രോസിലൊരു മീനടിച്ചിട്ടുണ്ട്. എൻ്റെ മീൻ നിൽപ്പുണ്ട, സൈഡിൽ മീൻ നിൽപ്പുണ്ട്. ഈ വെയിലുള്ളിലുണ്ട് സ്പിന്നറിന് നല്ല ആക്ഷനായിരിക്കും. നമുക്കിപ്പോൾ നമ്മുടെ ബ്രാവോടെ ബേബി ക്രോസ് ഒരു വയറലടിച്ച് കയറിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ കാസ്റ്റ് നോക്കിയപ്പോൾ തന്നെ കയറി അടിച്ചതാണ്. ഒരു ചെറിയൊരു വരാല്. നാടനാണ്. വെയിറ്റ്
എടാ സ്പിന്നറിന് അടി വീഴും, അതാ പറഞ്ഞത്. ഇതിന് ഏറ്റവും വലിയ നെഗറ്റീവ് സ്പിന്നറിന് അടി വീഴും. സ്പിന്നറിലാണാവും പിന്നെ അടിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ നാൾക്ക് ശേഷം ഏതായാലും ഒന്ന് ജസ്റ്റ് കാസ്റ്റ് ആയിട്ട് ഇറങ്ങിയാണ്. കാസ്റ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനി സ്ഥിരം കാണും. നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മൾ പിന്നെ ഇറങ്ങിയേക്കാണ് മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് വെച്ചോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ഇത് ജസ്റ്റ് നമുക്ക് കറക്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് ആ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിൽ നമ്മൾ ഇതിൽ നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും കാണും. അപ്പം ഓക്കെ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കും.